ഹലോ എവരിവൺ. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ K2-ന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അത് 2017 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലമാണ്. സോ ഈ 7th ക്വസ്റ്റ്യൻ നോക്കുക. See, question is like this. A rectangular pyramid base 35 mm into 45 mm and axis 50 mm long is resting on its base on the ground plane such that one of its longer edges of the base is touching on the picture plane. Draw the perspective view of the pyramid if the station point is 60 mm in front of the picture plane, 35 mm above the ground plane and in the central plane which is 50 mm to the left of the axis of the pyramid. Okay. So ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ഗിവൺ ഡേറ്റാസ് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മൾ ഈ തന്നേക്കുന്ന പ്രോബ്ലത്തിലെ ഗിവൺ ഡേറ്റാസ് ഒക്കെ നോക്കുക. നമ്മുടെ സോളിഡ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ പിരമിഡാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിരമിഡ് എന്ന് കേൾക്കുമ്പോഴേ കയറി സ്ക്വയർ പിരമിഡ് പോയി വരയ്ക്കരുത്. റെക്ടാങ്കുലർ പിരമിഡ്. അപ്പം നമ്മുടെ സോളിഡ് റെക്ടാങ്കുലർ പിരമിഡാണ്. നൗ അടുത്ത എന്താ തന്നേക്കുന്നത്? സൈഡ് തന്നിട്ടുണ്ട്. ദെൻ ഗ്രൗണ്ട് പ്ലെയിൻ റെസ്റ്റ് ചെയ്യുന്നു. ലോങ്ങർ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഡയമെൻഷൻ തന്നേക്കുന്നത്. സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് എഴുതുക. സ്റ്റേഷൻ പോയിന്റ് എത്രയാണ് തന്നേക്കുന്നത്? 60 mm in front of the picture plane. 60 mm in front of the picture plane. പിക്ചർ പ്ലെയിനിൽ നിന്നും 60 mm in front ആണ്. 35 mm above the ground plane. മാത്രമല്ല 35 mm above ground പ്ലെയിനിലാണ്. And central plane which is 50 mm to the left of the axis of the pyramid. അപ്പോൾ ഞാൻ ഈ അതുകൂടെ എഴുതുകയാണ്. CP എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലെയിൻ ആണ്. സെൻട്രൽ പ്ലെയിൻ എന്ന് എഴുതിയേക്കാം. സെൻട്രൽ പ്ലെയിൻ അത് എത്രയാ പറഞ്ഞേക്കുന്നത്? 50 mm to the left. To the left of the axis. അപ്പം ഇത്രയും ഇൻഫർമേഷനാണ് ഇതിനകത്തുള്ളത്. ഇത് വെച്ചിട്ടാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു റെക്ടാങ്കുലർ പിരമിഡ് എന്നുള്ള കാര്യത്തിന് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുക. ഹിയർ വി ഹാവ് എ റെക്ടാങ്കുലർ പിരമിഡ്. നമുക്കുള്ളത് സാധാരണ ഒരു പിരമിഡല്ല, സ്ക്വയർ പിരമിഡല്ല, മറിച്ച് ഒരു റെക്ടാങ്കുലർ പിരമിഡാണ്. റെക്ടാങ്കുലർ പിരമിഡ് എങ്ങനെയായിരിക്കുന്നത് നോക്കി. So we have a rectangular pyramid here. അപ്പോൾ ഈ റെക്ടാങ്കുലർ പിരമിഡിന്റെ സൈഡ് എത്രയാണ് തന്നേക്കുന്നത് നോക്കണേ. റെക്ടാങ്കുലർ പിരമിഡിന്റെ സൈഡ് തന്നേക്കുന്നത് 35/45. ഈ ചെറിയ സൈഡ് എന്ന് പറഞ്ഞാൽ 35 ആണ്. വലിയ സൈഡ് 45. ഇങ്ങനെയാണ് നമുക്ക് റെക്ടാങ്കുലർ പിരമിഡിന്റെ ഡയമെൻഷൻ തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതിനെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ, സോ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ഇതിനെ രണ്ട് തരത്തിൽ ടോപ്പ് വ്യൂ വെക്കാം. ഒന്നുകിൽ ടോപ്പ് വ്യൂ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് 45ഉം ഇത് 35 ആയിരിക്കും. ഒന്നുകിൽ ഇതിങ്ങനെ വെക്കാം, അല്ലെങ്കിൽ അടുത്ത ഓറിയന്റേഷൻ എങ്ങനെ വരിക? ഇങ്ങനെ വേണേലും വെക്കാം. 35 ഇവിടെ, 45 ഇവിടെ. ഈ രണ്ട് രീതിയിലും വെക്കാം. ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ശ്രദ്ധിച്ചു വായിക്കുക. റെക്ടാങ്കുലർ പിരമിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ബേസ് ഓൺ ദ ഗ്രൗണ്ട് പ്ലെയിൻ സച്ച് ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് ലോങ്ങർ എഡ്ജ് ഓഫ് ദ ബേസ് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. അപ്പോൾ ഈ ലോങ്ങർ എഡ്ജ് ഓഫ് ദ ബേസ്, ഈ 45 mm എന്ന് പറഞ്ഞേക്കുന്ന ആ ബേസ് എഡ്ജാണ് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താ, ഇത് പാരലായിട്ട് തന്നെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിക്ചർ പ്ലെയിനിൽ പാരലായിട്ട് തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ ടച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ
ഈ എഡ്ജിനെ പിക്ചർ പ്ലെയിനിനെ ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ വരയ്ക്കുക. സോ ടോപ്പ് വ്യൂ ഡയറക്ഷൻ ഇതാണ്, ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് പ്ലെയിനിൽ നോക്കുമ്പോൾ എന്താ കാണും? ഗ്രൗണ്ട് ലൈനിൽ 45 mm അതേപോലെ തന്നെ ഈ ഹൈറ്റ് എത്രയാണ് തന്നേക്കുന്നത്? റെക്ടാങ്കുലർ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 mm ആണ്. അപ്പോൾ നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കുമ്പം ഒരു റെക്ടാങ്കിൾ കാണും, 45-35 ഒരു റെക്ടാങ്കിൾ ഇതുപോലെ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ ഒരു ട്രയാങ്കിളാണ്, 45 സൈഡും അതേപോലെ തന്നെ ഹൈറ്റ് 50 ഉള്ള ട്രയാങ്കിൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് നോക്കുക. കാരണം അപ്പോഴേ ഈ സൈഡ് പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്യുന്ന പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. നൗ ലെറ്റ് us draw the figure. Draw the picture plane. Now you have to draw the ground line. Ground line എത്രയാണ് വരയ്ക്കുക? 60 plus 30 plus 20. So that here also it will be 110. So that 60 plus 30 plus 20 you will get 110. അപ്പോൾ ഇവിടെ നിങ്ങൾ 110 millimeter it will be here. You have to draw ground line here. Ground line. ഇതിന്റെ dimension 60 plus 30 plus 20. അതാണ് ഈ പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തോളുക. നൗ ഇനി നമ്മൾ പിക്ചർ പ്ലെയിൻ വെച്ചിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. ടോപ്പ് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടത്? പിക്ചർ പ്ലെയിൻ റെഫർ ചെയ്തിട്ടാണ് ഈ ഇങ്ങനെ ഉള്ള റെക്ടാങ്കിൾ 45/30 റെക്ടാങ്കിളിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഞാൻ ഈ സൈഡിലോട്ട് ചേർത്ത് വെച്ച് വരയ്ക്കുന്നതിൻ്റെ കാരണം ലെഫ്റ്റ് സൈഡിലേക്കാണ് സെൻട്രൽ പ്ലെയിൻ വരഞ്ഞേക്കുന്നത്. പിന്നെ സെൻറ്ററിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ടാണ് സെൻട്രൽ പ്ലെയിൻ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് റൈറ്റിലേക്ക് ചേർത്ത് വെച്ച് വരയ്ക്കുക. Here you have a top view, outline of the top view. Since it is a pyramid, you have to draw the slant edges. Top view നോക്കുമ്പം നിങ്ങൾ slant edges കാണും. ഈ top view നോക്കുമ്പം these slant edges, suppose this is A, B, C and D. AO, BO, CO, DO ആയിട്ടുള്ള slant edgeകളെല്ലാം കാണും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം വരയ്ക്കാൻ. This is പോയിന്റുകൾ മാർക്ക് ചെയ്യുക. A, B, C, D and O in bracket you have P. Next you have to draw the front view. Now you have to draw the front view. Project from the top view. So height is 50 mm. From the axis, from the center, just project from ground line. It will be, this is the axis point.
സോ ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏതായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. യു ഹാവ് ടു ഡ്രോ ഫ്രണ്ട് വ്യൂ ലൈക്ക് ദിസ്. നെയിം ചെയ്യുമ്പം ഈ ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത്. എ ആദ്യം, പിന്നെ ബി. പ്രോപ്പറായിട്ട് നെയിം ചെയ്യുക. എ ഡാഷ് ഇൻ ബ്രാക്കറ്റ് യു ഹാവ് ബി ഡാഷ്. ഹിയർ ഇറ്റ് ഈസ് ഡി ഡാഷ് ഇൻ ബ്രാക്കറ്റ് സി ഡാഷ്. ദിസ് ഈസ് ഒ ഡാഷ് ആൻഡ് പി ഡാഷ്. സോ നമ്മളിപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ പ്ലെയിൻ വരയ്ക്കുക എന്നുള്ളതാണ്. സെൻട്രൽ പ്ലെയിൻ എവിടെയാണെന്ന് പറഞ്ഞേക്കുന്നത് 50 mm ടു ദ ലെഫ്റ്റ് ഓഫ് ദി ആക്സിസ്. സോ ആക്സിസിൽ നിന്നും സെൻറ്ററിൽ നിന്നും 50 mm ലെഫ്റ്റിലേക്ക് പോവുക. 50 mm ടു ദ ലെഫ്റ്റ്. സോ സെൻട്രൽ പ്ലെയിൻ ഒരു ചെയിൻ ലൈൻ പോലെ മാർക്ക് ചെയ്യുക. ദെൻ സ്റ്റേഷൻ പോയിന്റ് നോക്കുക. സ്റ്റേഷൻ പോയിന്റ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിനിൽ നിന്നും 60 mm ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ട് സ്റ്റേഷൻ പോയിന്റിന്റെ, അതായത് ടോപ്പ് വ്യൂ SP, പിക്ചർ പ്ലെയിനുമായിട്ട് തന്നേക്കുന്ന ഡിസ്റ്റൻസ് സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂ ആണ്. ഇത് തന്നേക്കുന്നത് SP ഡാഷ്. ഫ്രണ്ട് വ്യൂ, സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂ ആണ്. ഗ്രൗണ്ട് പ്ലെയിനുമായിട്ട് തന്നേക്കുന്ന ഡിസ്റ്റൻസ് അത് എത്രയാണ് തന്നേക്കുന്നത്? ഇത് സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് PP ആണ്. ഫ്രണ്ട് വ്യൂ 35 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. സോ ഹിയർ 35 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പം ഇവിടെ നമുക്ക് SP ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു ഡ്രോ വിഷ്വൽ റേസ് ഫ്രം എവറി പോയിന്റ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന്റെ വിഷ്വൽ റേ വരയ്ക്കുക. SP ഡാഷിൽ നിന്നും എല്ലാ പോയിന്റിലേക്കും മാർക്ക് ചെയ്യാം, ഇൻക്ലൂഡിങ് ദിസ് P ഡാഷ്. കാരണം ആക്സിസിന്റെ പോയിന്റ് ഉൾപ്പെടെ വരയ്ക്കുക. So these are the visual rays. Similarly, from top view also you have to draw the visual ray. From top view also you have to draw the visual ray. Now the next point you have to mark the cutting points. Here this is the cutting point for B, so name it as B1. The visual ray for A is cutting at the picture plane. Here you see AD is a line which is touching the picture plane. AD എന്ന് പറഞ്ഞ ഈ ലൈൻ പിക്ചർ പ്ലെയിനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എയും ഡിയും ഓൾറെഡി ദ പിക്ചർ പ്ലെയിനിലെ കട്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് പോയിന്റാണ്. അപ്പോൾ A1 എന്ന് പറഞ്ഞ പോയിന്റ് ഇത് തന്നെയാണ്, D1 എന്ന് പറഞ്ഞ പോയിന്റ് അത് തന്നെയാണ്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. A1 ഉം D1 ഉം നമുക്ക് ആ പോയിന്റുകളായിട്ട് തന്നെ കിട്ടും. നൗ നെക്സ്റ്റ് ഹിയർ വി ഹാവ് O1. അപ്പം ഇവിടെ O1 കിട്ടും. ദെൻ P1 ഉം അവിടെ തന്നെ വരും, കാരണം O ബ്രാക്കറ്റിൽ P ആണ് ഇവിടെ വരിക. O1 ഉം P1 ഉം ഇതാണ്. C1 is here. So these are the cutting points of the visual ray from top view. Now നിങ്ങൾ ആ കട്ടിംഗ് പോയിന്റ്സിനെല്ലാം ഫ്രണ്ട് വ്യൂവിൻ്റെ വിഷ്വൽ റേയിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. നൗ കിട്ടുമ്പോൾ see these are the B എന്ന് പറഞ്ഞ പോയിന്റിന്റെ എനിക്ക് കിട്ടുന്ന പോയിന്റ് ഇവിടെയാണ് എനിക്ക് B കിട്ടുക. ഇവിടെ കട്ടിംഗ് പോയിന്റ്സ് ഇതാ. സോ ഐ വിൽ ഗെറ്റ് B ഹിയർ. ദിസ് ഈസ് എ പോയിന്റ് B. നേർ ഈസ് A കിട്ടണമെന്നുണ്ടെങ്കിൽ A1 ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പം എവിടെ വരുന്നത്? അത് A ഡാഷിൽ തന്നെ വരും. ഇപ്പം ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ പോയിന്റ്
സ്മോൾ എ ഡാഷ് തന്നെയാണ്. ഇവിടെ തന്നെയാണ് എനിക്ക് ക്യാപിറ്റൽ എയും കിട്ടുക. കാരണം A1 പ്രൊജക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ഡാഷിൽ നിന്ന് വന്ന വിഷ്വൽ റേ അവിടെ തന്നെ കിട്ടും. സിമിലർലി ഡിയും അതേപോലെ തന്നെ ഇവിടെയായിരിക്കും ക്യാപിറ്റൽ ഡി കിട്ടുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ പ്ലെയിനിലെ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോയിന്റുകളുടെ പെർസ്പെക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൻ്റെ പോയിന്റ് തന്നെയായിരിക്കും. ശ്രദ്ധിക്കുക, പിക്ചർ പ്ലെയിനിലെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഓബ്ജക്റ്റിൻ്റെ പോയിന്റ്സ് അതിൻ്റെ പെർസ്പെക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൻ്റെ പോയിന്റ് തന്നെയായിരിക്കും. ഇവിടെയുള്ള എ എന്ന് പറഞ്ഞ പോയിന്റും എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലും അതായത് പ്രൊജക്റ്റ് ചെയ്തപ്പം എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലാണ് ക്യാപിറ്റൽ എ ആയ പെർസ്പെക്റ്റീവ് പോയിന്റ് കിട്ടിയത്. ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്തപ്പം ഡി ഡാഷിലാണ് ക്യാപിറ്റൽ ഡി ആയ അതെങ്കിൽ പെർസ്പെക്റ്റീവ് പോയിന്റ് അവിടെ കിട്ടിയത്. നൗ ഇനി സി എവിടെ വരിക? സിയെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. So you will get C here. This point is C. Now point O and P. See, to get O and P, you can mark it here. This is point, 2 points, O, capital P. So I got all the points A, B, C, D, the base, O is the apex, P is the axis point on the base. So this is how I obtained all the perspective points. Now I have to join the outer points. ഇനി നമ്മൾ ഇതിനെ outer points join ചെയ്യണം. outer points join ചെയ്യുമ്പം എങ്ങനെയാണ് വരിക? AB, BO, now OD. ഇതാണ് ഔട്ടർ പോയിന്റ്. ഡി എ, ഒ സി ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഒ സി ഈസ് നോട്ട് ദ ഔട്ടർ പോയിന്റ്. ഒ സി ഔട്ടർ പോയിന്റ് ആയിട്ട് വരാത്തത് കൊണ്ട് അതിനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബി ഒ, ഒ ഡി, ഡി എ. ഇനിയും നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഫേസ് വിസിബിൾ ആണ്. എ ഒ ഡി എന്ന് പറഞ്ഞ ഫേസ് വിസിബിൾ ആണ്. കാരണം വിഷ്വൽ എങ്ങും കട്ട് ചെയ്യാതെ നമ്മൾ ഈ സ്റ്റേഷൻ പോയിന്റ് നേരെ കാണുന്ന ഫേസ് ആണ് എ ഡി ഒ എന്ന് പറഞ്ഞ ഫേസ്, അത് വിസിബിൾ ആണ്. അതേപോലെ തന്നെ എ ബി ഒ എന്ന് പറഞ്ഞ ഫേസും വിസിബിൾ, ഈ ഫേസും വിസിബിളാണ്. എ ബി ഒ എന്ന് പറഞ്ഞ ഈ ഫേസും വിസിബിൾ ആണ്. അത് രണ്ടും നമുക്ക് വിസിബിൾ ആയിട്ട് മാർക്ക് ചെയ്യാം. എ ബി ഒ ആൻഡ് എ ഡി ഒ. എ ഡി ഒ ഓൾറെഡി ഇവിടെ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുന്ന എഡ്ജസ് എല്ലാം എന്താവും? ഹിഡൻ ആവും. കട്ട് ചെയ്യുന്ന എഡ്ജസിനെ ഹിഡൻ ആയിട്ട് വരയ്ക്കുക. സി ഡി, okay. Now the axis point, don't forget to mark the axis as a thin line, but thick line ആയിട്ട് വരയ്ക്കരുത്. thin line, chain line ആയിട്ട് ആക്സിസ് മാർക്ക് ചെയ്യുക. അപ്പം പെർസ്പെക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത്, ഒന്നും കൂടെ തിക്കായിട്ട് ഇത് വരയ്ക്കാം. So this is the answer for this particular question. നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഇത്രയും കട്ടിയായിട്ട് വരയ്ക്കരുത്. എച്ച് പെൻസിൽ ഉപയോഗിച്ച് തിൻ ലൈൻ ഇതായിട്ട് വരയ്ക്കുക. ഒരുപാട് കറുപ്പിച്ച് വരയ്ക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കട്ടിയായിട്ട് വരച്ചേക്കുന്നത്. നിങ്ങൾ പെൻസിൽ കൊണ്ട് ഇതേപോലെ തിക്ക് ലൈൻ വെച്ച് കറുപ്പിച്ച് ഒരിക്കലും വരയ്ക്കരുത്. തെറ്റായ മെത്തേഡാണ്, അങ്ങനെ ചെയ്യരുത്. ചെയ്യുമ്പം നിങ്ങൾ സാധാരണ വരയ്ക്കുന്ന പോലെ ഈ പ്രൊജക്ഷൻ ലൈൻ, അതായത് ഇൻക്ലൂഡിങ് ദിസ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ, ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഉൾപ്പെടെയുള്ളത്
2H പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. തിൻ ലൈനായിട്ടാണ്. നമ്മുടെ ABCD നിങ്ങൾ ആദ്യം വരച്ച ടോപ്പ് വ്യൂവും ഈ വരച്ചിരിക്കുന്ന ഫ്രണ്ട് വ്യൂവും തിൻ ലൈനാണ്. പിക്ചർ പ്ലെയിൻ തിൻ ലൈനാണ്. ഗ്രൗണ്ട് ലൈൻ തിൻ ലൈനാണ്. ഓൾ ദ വിഷ്വൽ റൈസും അതേപോലെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊജക്ടറുകളും എല്ലാം തിൻ ലൈനാണ്. അവസാനം വരയ്ക്കുന്ന ഈ പെർസ്പെക്റ്റീവ് വ്യൂ മാത്രമേ നിങ്ങൾ H പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ HB പെൻസിൽ കൊണ്ട് ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാവൂ. അതും ഇതേപോലെ കറപ്പിച്ച് വരയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. താങ്ക് യു.